നമസ്കാരം. പാലക്കാട് ഒരു ആചാര രക്തസാക്ഷി ഉണ്ടായിട്ടുണ്ട്. വലിയ വാർത്തയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മുടെ നാട്ടിൽ ആചാരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രക്തസാക്ഷികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വിധിയാണ്, അവന്റെ സമയമായി, അല്ലെങ്കിൽ അവൻ അങ്ങനെ പോകേണ്ടവനാണ്, ദൈവ നിയോഗമാണ് എന്നുള്ള വാക്കുകളിലൊക്കെ കുരുക്കിയിട്ട് അതിനെ ലഘൂകരിക്കും. പക്ഷെ അങ്ങനെയാണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാലക്കാട് പരുതൂർ എന്ന പ്രദേശത്താണ് ഒരു വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് കാഞ്ഞിരത്തിന്റെ കുരു കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് അതൊരു വാർത്തയാക്കുന്നു എന്നൊരു സ്വാഭാവിക സംശയം ഉണ്ടാകും. കാര്യം നമ്മുടെ നാട്ടിൽ ഈ ആചാര സംരക്ഷകരെ കൊണ്ടും ആചാരങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരെ കാരണം തട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്തരം ആൾക്കാരെ ചൂഷണം ചെയ്ത് കുറെ ഏറെ പേർ അവരുടെ പോക്കറ്റ് കൂടി വീർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യമൊക്കെ ഒന്ന് പൊളിക്കാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉടായ്പകളെയൊക്കെ ഒന്ന് തുറന്നു കാട്ടി കൊടുക്കാൻ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ വരുമ്പോൾ വളരെ കൃത്യമായി അത് എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്താൽ കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടും. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. സാധാരണഗതിയിൽ ഒരു നോർമൽ വിശ്വാസിയാണെങ്കിൽ വെളിച്ചപ്പാട് തുള്ളി വരുന്ന വ്യക്തിയെ കുറിച്ച് എന്തായിരിക്കും നിങ്ങളുടെ ധാരണ? അയ്യോ, ദൈവം കുടിയേറിയിരിക്കുകയാണ്, വല്ലാത്ത ശക്തിയാണ്, അനുഗ്രഹം നിങ്ങൾക്ക് തരാൻ വരുന്ന വ്യക്തിയാണ്. അങ്ങനെ വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കേവലം ഒരു കാഞ്ഞിരത്തിന്റെ കുരു എടുത്ത് കഴിച്ചാൽ ജീവൻ നഷ്ടപ്പെടും. എന്താണ് അതിന് മനസ്സിലാക്കേണ്ടത്? ആ തുള്ളിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ദൈവികതയൊന്നും ഇല്ല. അതൊക്കെ ഒരു നാട്യമാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഒരു വ്യക്തിയുടെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിച്ചാണ് ഇതുപോലുള്ള തുള്ളലിനൊക്കെ വേണ്ടി അയാളെ പരുവപ്പെടുത്തിയെടുക്കുന്നത്. ആ ഉന്മാദാവസ്ഥയിൽ തുള്ളുന്നതിനപ്പുറം യാതൊരു ദൈവികമായിട്ടുള്ള അനുഗ്രഹവും മറ്റും ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കേവലം ഒരു കാഞ്ഞിരക്കുരു, അത് ഷൈജു എന്ന് പറയുന്ന ഈ 40 വയസ്സുകാരനല്ല കഴിച്ചിരിക്കുന്നത്, അത് വെളിച്ചപ്പാട്, അതായത് ദൈവം കുടിയേറിയിരിക്കുന്ന ആ ദൈവിക പരിവേഷമാണ് അത് കഴിച്ചിരിക്കുന്നത്. ആ വ്യക്തി ഇതൊക്കെ കഴിച്ചിട്ട്, അതായത് ഈ പ്രസാദമായിട്ട് ഈ വെളിച്ചപ്പാടായിട്ട് വരുന്ന വ്യക്തിക്ക് ഈ തുള്ളലിന്റെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെയുള്ള ചില ഫലങ്ങൾ കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ കാഞ്ഞിരം എടുത്ത് ദേഹം ചവച്ചരച്ച് കഴിച്ചു. സാധാരണഗതിയിൽ ദൈവമാണെങ്കിലും അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അത് ചവച്ച് തുപ്പി വെളിയിൽ കളയണം. അത് ആൾക്കാരുടെ മുന്നിൽ ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടിയാണ്. ഈ കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ അറിയാലോ, കടുത്ത കയ്പാണ്. ആ കാഞ്ഞിരത്തിന്റെ കുരുവൊക്കെ എടുത്ത് ചവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദൈവിക പരിവേഷം കൊണ്ടാണ് ഇതെടുത്ത് ചവയ്ക്കുന്നത് എന്നുള്ള ആ തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കിയാൽ മതി. ആ തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാലേ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ വിശ്വാസം അങ്ങ് നിറഞ്ഞു തുളുമ്പി അവരുടെ പോക്കറ്റിലേക്ക് ചെന്ന് വീഴത്തുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഇമാതിരിയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. ആ കോപ്രായങ്ങൾ കാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ദൈവിക പരിവേഷമുണ്ട് എന്നുള്ള ചില വിശ്വാസങ്ങളൊക്കെ ആ തുള്ളിയ വ്യക്തിയെ തോന്നിപ്പിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ എന്തുണ്ടായി? ഒരു ആചാര രക്തസാക്ഷി ഉണ്ടായി. ആ ആചാര രക്തസാക്ഷിക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിൽ കിട്ടാൻ പോകുന്ന ഒരു പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ, കുറച്ച് ദിവസം ഇതിനെക്കുറിച്ച് ആൾക്കാർ ആലോചിച്ചിരിക്കും. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യും? മറവിയുടെ അല്ലെങ്കിൽ വിസ്മൃതിയിലേക്ക് അങ്ങ് മറയും. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇല്ലാതെ പോയി എന്നതിനപ്പുറം ഒരു ദൈവം അദ്ദേഹത്തെ സഹായിക്കാൻ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഈ വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ടിരുന്ന വ്യക്തിയെ പോലും സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഒരു വ്യക്തിക്ക് നിങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം ചിന്താഗതി കൊണ്ട് നിങ്ങൾ ലോ ലെവലിൽ നിൽക്കുന്നുവെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലുള്ള കുറെ കോപ്രായങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഒരു ഉത്സവ സീസണിൽ കണ്ടു നിൽക്കാമെന്നതിനപ്പുറം ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഇതൊക്കെ വെറും ചില കപട വേഷധാരികളാണ്. അല്ലെങ്കിൽ ചിലരെയൊക്കെ ഈ രീതിയിൽ ആചാരം എന്ന പേരിലൊക്കെ ആൾക്കാരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം പുറത്തേക്ക് ഇറക്കിക്കാനുള്ള ഓരോ തന്ത്രങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഷൈജു ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയം വരുമ്പോൾ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയില്ലേ, കൊല്ലത്ത് അരളിപ്പൂ കഴിച്ച ഒരു കുട്ടി മരിച്ച സാഹചര്യത്തിൽ ഈ പൂജാധികാരികളിൽ നിന്ന് അരളിയെ ഒഴിവാക്കി. ഇത്രയും കാലം അരളി ഒരു വലിയ പൂവായിരുന്നു. പക്ഷെ അത് ജീവനെടുക്കുന്ന സാഹചര്യം യാതൊരു തരത്തിലും അറിവില്ല. അതിൽ വിഷാംശം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ രീതിയിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം എത്തിയപ്പോ ഒരു ദൈവവും ഇല്ലായിരുന്നു. അതുപോലെയാണ് ഇപ്പോ പാലക്കാട് പുത്തൂരാണെന്നൊരു സംശയമുണ്ട്. നേരത്തെ വേറൊരു പേരാണ് പറഞ്ഞു തോന്നുന്നു. ആ പ്രദേശത്ത് ഒരു ക്ഷേത്രത്തിലെ ഈ വെളിച്ചപ്പാട് തുള്ളി ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ വാർത്ത കൊടുത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ആചാര രക്തസാക്ഷികൾ. ഇപ്പോൾ മറ്റാരെങ്കിലും ഒരു വ്യക്തിയാണ് ഇങ്ങനെ കാഞ്ഞിരത്തിന്റെ കുരു കൊടുത്തിട്ട് കഴിപ്പിച്ച് മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊലക്കുറ്റമാണ്. നിങ്ങൾക്ക് അതിന് സംശയമില്ലല്ലോ. പക്ഷെ ഇവിടെ ആകുമ്പോൾ ആചാരത്തിന്റെ ഭാഗമായി ഈ വരുന്ന വ്യക്തിക്ക് ആചാരത്തിന്റെ ഭാഗമായി കൊടുത്ത ആ ഫലം, അതിൽ കാഞ്ഞിരം ഉണ്ടായിരുന്നു. ചവച്ച് തുപ്പുന്നതിന് പകരം അദ്ദേഹം സ്വയം ധരിച്ചു, ഞാൻ ദൈവമാണ്, എനിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച ആ മൂഢചിന്ത സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയെത്തി. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം
കുളിക്കാൻ പോയ സന്ദർഭത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനു ശേഷം ആശുപത്രിയിൽ എത്തുമ്പോൾ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാര്യം ദൈവങ്ങളുടെ ജീവൻ കൂടി രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ചില സന്ദർഭങ്ങളിൽ ഇവിടുത്തെ ആശുപത്രികളുടെ തോളിൽ വരും. പക്ഷേ മരുന്നുകൾ ശരീരത്തോട് പ്രതികരിച്ചാൽ മാത്രമേ ഏതൊരു ദൈവവും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുള്ളൂ. അല്ലാത്ത നമ്മുടെ നാട്ടിലെ ഏത് ആൾ ദൈവം എടുത്താലും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അത് സായിബാബ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി പോകാനിരിക്കുന്നവരായിക്കോട്ടെ, ഇവരെല്ലാം സ്വാഭാവികമായിട്ട് അതേ രീതിയിൽ തന്നെ പോകും. പക്ഷെ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ രക്ഷപ്പെടുത്താൻ ഇവിടത്തെ സയൻസ് കണ്ടെത്തിയ ആശുപത്രികളും മരുന്നുകളും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഏതെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് തരുന്ന പ്രസാദം എന്ന പേരിലൊക്കെ വാങ്ങി കഴിച്ചാൽ അതിൽ നിങ്ങൾക്ക് ശ്രദ്ധയില്ലാതെ പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും എന്നുള്ളതാണ് ഈ ഒരു സംഭവം നൽകുന്ന ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറയേണ്ടി വരികയാണ്.